VPG റാംജി നിയമത്തിനെതിരായ ദേശീയ പ്രക്ഷോഭം ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ദില്ലിയിൽ. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന ആദ്യ യോഗമായതിനാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും SIR വിഷയത്തിലെ തുടർ സമരങ്ങളും പ്രവർത്തക സമിതിയിൽ ചർച്ചയാകും. പി ആർ സുനിൽ എത്തുന്നു നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് പി ആർ സുനിൽ. പ്രവർത്തക സമിതി യോഗത്തിലേക്ക് എത്തുമ്പോൾ രാഹുൽ ഗാന്ധി വരാത്തത് അടക്കമുള്ള വിഷയങ്ങൾ ആരെങ്കിലും ഉയർത്തുമോ? എന്തൊക്കെയാണ് അജണ്ട? ഗുഡ് മോർണിംഗ് സുജിയ. തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം സജീവ രാഷ്ട്രീയ നീക്കങ്ങൾക്കുണ്ടാകുന്നില്ല എന്നത് കോൺഗ്രസിലെ തന്നെ വലിയ പരാതിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ VPG റാംജി ബില്ല് പാർലമെന്റിൽ പാസാക്കുമ്പോൾ പ്രതിപക്ഷ നിരയിൽ പ്രതിഷേധ നീക്കങ്ങളുടെ മുൻനിരയിൽ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം വലിയ ചർച്ചയായിരുന്നു. പ്രതിപക്ഷ നിരയിൽ അത് വലിയ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ തന്നെ അത് വലിയ പരാതിയായി ഉയർത്തിയിരുന്നു. അപ്പോൾ ഇന്ത്യ സഖ്യത്തെയൊക്കെ തന്നെ ദേശീയ തലത്തിൽ നയിക്കേണ്ട ഒരു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി പലപ്പോഴും നിർണായക ഘട്ടങ്ങളിൽ ആവശ്യമായി പാർട്ടിക്ക് മുന്നിൽ എത്തുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തീർച്ചയായും ഈ വിഷയം ആരെങ്കിലും പ്രവർത്തക സമിതിയിൽ ചൂണ്ടിക്കാണിക്കുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അങ്ങനെ ഒരു നീക്കം ഏതായാലും പ്രവർത്തക സമിതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ കോൺഗ്രസിലെ നേതാക്കൾക്കിടയിൽ ഇക്കാര്യത്തിൽ വലിയ ചർച്ചയുണ്ട്, വലിയ അമർഷമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും തൊഴിലുറപ്പ് പദ്ധതി എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച അഭിമാന പദ്ധതിയായിരുന്നു. ആ പദ്ധതി ഇല്ലാതാക്കിക്കൊണ്ടാണ് VPG റാംജി എന്ന പുതിയ ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ആ ബില്ല് വിജ്ഞാപനം ചെയ്യുന്നതിന് മുൻപേ തന്നെ അത് നടപ്പാക്കാനുള്ള നടപടിയും നീക്കങ്ങളും കേന്ദ്ര സർക്കാർ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെയും കോൺഗ്രസിന് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇതിനെതിരെ നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഈ VPG റാംജി ബില്ലിനെതിരെ ദേശീയ പ്രക്ഷോഭം നടത്തും എന്ന് നേരത്തെ സോണിയാഗാന്ധി പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായ ഒരു വീഡിയോ ഒക്കെ തന്നെ സോണിയാഗാന്ധി പുറത്തിറക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട തീരുമാനമുണ്ടാകും. ദേശീയ പ്രക്ഷോഭം കോൺഗ്രസ് പ്രഖ്യാപിക്കും, ഇതിനായി ഒരു ദേശീയ മുന്നണി രൂപീകരിക്കും എന്നൊക്കെയാണ് നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ SIR പ്രക്ഷോഭം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതും കോൺഗ്രസിന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം SIR ബീഹാറിലൊക്കെ തന്നെ വലിയ ചർച്ചാ വിഷയമാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. ദേശീയ തലത്തിൽ വലിയ പ്രക്ഷോഭമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് അത്രത്തോളം ജനങ്ങളെ സ്വാധീനിക്കുന്നില്ല എന്നതാണ് പൊതുവെ വരുന്ന റിപ്പോർട്ട്. അപ്പോൾ ഈ വിഷയത്തിൽ എന്ത് നീക്കം നടത്തണം എന്ന കാര്യവും കോൺഗ്രസിന് ആലോചിക്കേണ്ടതുണ്ട്. ഏതായാലും ഇതടക്കം 4 സംസ്ഥാനങ്ങളിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കോൺഗ്രസ് പ്രവർത്തക സമിതി വിലയിരുത്തും. രാവിലെ 10:30 മണിക്കാണ് യോഗം ആരംഭിക്കുന്നത്. പി ആർ സുനിലാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.